ഹലോ എവ്രി വൺ, മാമാൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളുമായിട്ട് സെക്കൻഡ് പാർട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. മോർണിംഗ് തൊട്ടാണ് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണേ. രാവിലെയാണ് കേട്ടോ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും മുട്ടായൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജറമോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മുട്ടായി നല്ല അടിപൊളിയാണെന്ന് ജറമോളും പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ കുട്ടികളെ കളിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റാൽ കുറച്ച് നേരം കളിച്ച് കിടക്കലുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അത്യാവശ്യം ചിരി പാസ്സാകുന്ന ടൈമാണ് കേട്ടോ. പൊതുവേ കുട്ടികൾ 60 കഴിഞ്ഞാൽ, അതായത് 60 ദിവസം കഴിഞ്ഞാൽ പൊതുവേ നന്നായിട്ട് ചിരിക്കും. ഇവളങ്ങനെയല്ല, ചിരി കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ചില ടൈമിൽ കുറച്ച് അത്യാവശ്യം നല്ലോണം ചിരിക്കും, അല്ലാതെ ആരും ഒന്ന് കൊഞ്ചിയാലോ അങ്ങനെയൊന്നും ചിരിക്കുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഓളെ മൂവ്മെൻറ്റ് വീഡിയോ എടുക്കാൻ കുറേ നോക്കിയിരുന്നു കേട്ടോ. ബട്ട് എങ്ങനെയായാലും ആ ഒരു വീഡിയോ കൊണ്ട് ഓണാക്കുമ്പോൾ ഓണാക്കം നിർത്തും, അങ്ങനെയായിരുന്നു കേട്ടോ. ബട്ട് എന്താണെന്നറിയില്ല, ഇതിൽ നന്നായിട്ടാണ് ചിരി കിട്ടി കേട്ടോ. ഇതിലും ദോശയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. എല്ലാവരും ചായയോടെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു വീഡിയോ എടുത്തില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് എടുത്താണ്. രാത്രി ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ മാമാൻ്റെ വീട്ടിൽ. അപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ പണിയിലാണ് കേട്ടോ മാമി ഉമ്മച്ചിയും. ബിരിയാണീൻ്റെ പരിപാടിയിലാണ് കേട്ടോ ഉമ്മമ്മ. ബിരിയാണി ഉണ്ടാക്കാൻ ഉമ്മമാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിരുന്നു, ഇപ്പോൾ ഹോട്ടലിൽ നിന്നായാലും അല്ലാതെ ആയാലും ഇമ്മമാൻ്റെ ബിരിയാണിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഇമ്മമാരെ ബിരിയാണി കഴിച്ചാൽ പിന്നെ പുറത്തത്തെ ബിരിയാണി നമുക്ക് ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. എല്ലാവരും ഓരോ പണിയിലാണ് കേട്ടോ. പിന്നെ എനിക്കാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത്. ഇതിലേറ്റവും കൂടുതൽ വിയർത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഭയങ്കര പണി പറഞ്ഞാൽ ഭയങ്കര പണി. പണിക്കാർക്കും കൂടി ഇത്രക്ക് ആത്മാർത്ഥത ഉണ്ടാവില്ല. ആ ഒരു ടൈമിൽ കസ്റ്റാർഡിനുള്ള ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ച് മധുരത്തിനുള്ള പഞ്ചാരയും വാനില എസൻസൊക്കെ ഒഴിച്ച് സെറ്റാക്കിട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ തന്നെക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പോൾ ടി വിയിൽ വാർത്തയും കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി പരിപാടി അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോഴത്തേന് നമ്മൾ തന്നെക്കുട്ടി ഉണർന്നിട്ടുണ്ടേ. ചിക്കൻ ഫ്രൈ ഓരോ ട്രിപ്പ് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം തന്നെ കുട്ടിയും കളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ റൂമിൽ. ആദ്യത്തുനിന്ന് ചിരി മാത്രം കിട്ടുന്നില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി. നമ്മൾ സെറ ബേബി ഉണ്ടായിരുന്നു കേട്ടോ തന്നെ കുട്ടീനെ കളിപ്പിക്കാൻ. തന്നൂനെയും കൊണ്ട് പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി കേട്ടോ. ഞങ്ങൾ ചെടികളൊക്കെ നോക്കി കുറച്ച് നേരം പുറത്തിറങ്ങി. ഒരു 4 മണി 5 മണിൻ്റെ ഉള്ളിൽ എന്തായാലും തന്നൂനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീട്ടിലാണെങ്കിലും ഇറങ്ങാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ നുളകളെയൊക്കെ തന്ന് ഒന്ന് സൂചിപ്പിക്കും കേട്ടോ. ആ ടൈമിലൊക്കെ കിച്ചണിൽ നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉമ്മമാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ആയി. മാത്രമല്ല ഇമ്മമ്മി ഇപ്പയും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ബിരിയാണി സെറ്റായപ്പോൾ തന്നെ ആദ്യം കുട്ടികൾക്കൊക്കെ ബിരിയാണി കൊടുത്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കസ്റ്റമറൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.